നമുക്ക് എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും ഒറ്റ യൂസിൽ മുടിക്ക് ഉള്ളു തോന്നിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കെരാറ്റിൻ പാക്ക് ആണ് കേട്ടോ ഇത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 23 ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മോയ്സ്ചറൈസിങ് ഹെയർ പാക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മുടിയൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഓയിലി ഫീൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഓയിലി ഫീൽ ഇല്ല, പക്ഷെ ആ ഒരു ഡ്രൈനെസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഡ്രൈനെസ് ഇല്ല. അപ്പൊ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും കമന്റിലൂടെ പറയണം. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ളത് കമന്റിലൂടെ പറയണം കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ആദ്യം തന്നെ മുടിയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പൊ നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ ഉപയോഗിക്കുന്നത് അത് എടുത്തിട്ട് കുറച്ച് മതി കേട്ടോ, കുറഞ്ഞ അളവിൽ തേച്ച് കൊടുത്താൽ അത് ഒരുപാടൊന്നും തേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു കെരാറ്റിൻ പാക്ക് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എനിക്കറിയാം എല്ലാവർക്കും കെരാറ്റിൻ പാക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇന്നലത്തെ പാക്ക് മുടിക്ക് വലിയ ഡ്രൈനെസ് ഒന്നും ഇല്ലാത്ത കാരണം ഒരുപാടൊന്നും ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞ അളവിൽ മാത്രം ഓയിൽ തേച്ചാൽ മതി. അപ്പം അത്യാവശ്യം ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ കെരാറ്റിൻ പാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, നമുക്ക് ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മുടെ മുടി നല്ല രീതിയിൽ ബൗൺസി ആക്കാനോ അത് ഒറ്റ യൂസിൽ തന്നെയാണ് കേട്ടോ. മുടി കഴുകി ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ മുടിയൊക്കെ ഒരു ഡബിൾ ആയതുപോലെ ഒരു ഫീൽ ആയിരിക്കും കേട്ടോ. പിന്നെ മുടി ഒരു വിധത്തിൽ സ്ട്രെയിറ്റ് ആക്കാനോ സ്മൂത്ത് ആക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഹെയർ ഗ്രോത്തിനും ഇത് നല്ലതാണ് കേട്ടോ. അപ്പൊ ഇത് കുറച്ച് ഓയിൽ തേച്ചിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് തയ്യാറാക്കാം. അപ്പൊ പാക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴം നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ വലിയ പഴം ആയതുകൊണ്ട് ഞാൻ ഒരു പഴമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ പഴമൊക്കെയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ മുടിയുടെ അളവ് നോക്കിയാൽ മതി. കൂടുതലായിട്ട് പാക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പഴം എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പഴുത്ത പഴമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. റോബസ്റ്റ് ഒക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി റോബസ്റ്റും നേന്ത്രപ്പഴമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുപഴമാണ് കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഇതിനകത്തേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പുളിപ്പുള്ള കട്ട തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ തൈര് നിങ്ങളുടെ മുടിക്ക് എന്തെങ്കിലും സ്യൂട്ട് ആവാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ തൈരിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒരു 3 സ്പൂൺ അളവിലൊക്കെ ചേർത്താൽ മതി. തേങ്ങ ഡയറക്റ്റ് ആയിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അടുത്തത് ഒരു ചെറിയ സ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേൻ ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കാൻ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മാത്രം തേൻ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ. ചിലർക്കൊക്കെ തേൻ ഉപയോഗിക്കാൻ പേടിയുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ മുടി നരയ്ക്കൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ ഷൈനിങ് തരാൻ വേണ്ടിയിട്ട് തേൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ തേൻ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഒരു ചെറിയ സ്പൂൺ അളവിൽ തേനും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ചേർക്കേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു മുട്ട ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട എന്ന് പറയുമ്പോൾ മുട്ട മൊത്തമായിട്ട് ചേർക്കുന്നില്ല, മുട്ടയുടെ വെള്ള മാത്രമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ മുട്ടയുടെ മഞ്ഞ ചേർക്കാത്തത്. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പഴം ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ആകുമ്പോൾ കാണുമ്പോൾ നമുക്ക് അരിക്കേണ്ട നൈസായിട്ടൊക്കെ തോന്നും. പക്ഷെ എന്നാലും പഴത്തിൻ്റെ ചെറിയ പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അരിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും നമുക്ക് ഒറ്റ യൂസിൽ മുടിക്ക് ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്കിത് മുടിയിലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പാക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം പിന്നെ കെരാറ്റിൻ പാക്ക് ആണെങ്കിൽ നമ്മൾ സ്കാൽപ്പിലാണ് ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് മുടിയിലേക്കും തേക്കണം കേട്ടോ. മുടിയിലേക്ക് തേച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ആ ഒരു ബൗൺസി ഫീല്, മുടിയുടെ ആ ഒരു സ്മൂത്തനിങ് ഫീലൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം. പാക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ, നമുക്കിങ്ങനെ തേക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും തണുപ്പൊക്കെ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പാക്കിന് പിന്നെ സ്കാൽപ്പിലേക്ക് ഒരുപാട് തേക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളൊരു കെരാറ്റിൻ പാക്ക് ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുട്ട സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, നമുക്ക് മുട്ടയും കൂടി ഉണ്ടെങ്കിലാണ് ആ ഒരു കെരാറ്റിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ മുട്ട ഒഴിവാക്കുന്നുണ്ടെങ്കിൽ പിന്നെ തൈര് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഓയിലി ഫീൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ വേണമെങ്കിൽ തേനും പഴവും മാത്രമായിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പഴം മാത്രമായിട്ടും ചെയ്താൽ മതി. പിന്നെ മുട്ടയ്ക്ക് പകരമായിട്ടെന്നല്ല, മുട്ടയുടെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പിന്നെ തലേദിവസം ഉഴുന്ന് കുതിർത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കെരാറ്റിൻ്റെതായിട്ടുള്ള റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ചലഞ്ച് ഇപ്പോൾ 23 ആയിട്ടോ. എനിക്ക് ഇപ്രാവശ്യത്തെ ചലഞ്ച് വേഗം പോയതുപോലെയാണ് തോന്നിയത്. കാരണം നമുക്ക് ഇപ്രാവശ്യം ചലഞ്ച് അങ്ങനെ പിന്നെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യേണ്ടോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. കറക്റ്റായിട്ടാണ് പോകുന്നത്, മുന്നോട്ടേക്ക് നേരെ പോകുന്നു ഞാൻ വിചാരിക്കുന്നു. പിന്നെ കുറച്ച് പേർക്കൊക്കെ അതിൻ്റെ ഇടയിൽ പനിയും ജലദോഷമൊക്കെ വന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ആരോഗ്യം നോക്കിയിട്ട് മാത്രം പാക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ആരോഗ്യമാണ് ഫസ്റ്റ്, മുടിയൊക്കെ നമുക്ക് പിന്നെയും കെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർ റിസ്ക് എടുത്തിട്ട് ചെയ്യരുത്. ആരോഗ്യം നോക്കുക, കറക്റ്റ് എല്ലാം റെഡി ആയിട്ട് മാത്രം പാക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ചലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ റുട്ടീൻ സെറ്റ് ചെയ്ത് തരും, അത് ഫോളോ ചെയ്താലും മതി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല റിസൾട്ട് തരുന്ന പാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇനിയിപ്പോൾ തണുപ്പൊക്കെ മാറി ചൂടൊക്കെ വരാൻ പോവുകയാണ്, അപ്പോൾ ആ ഒരു സമയത്ത് പറ്റിയ പാക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്തായാലും റുട്ടീൻ സെറ്റ് ചെയ്ത് തരാം. പിന്നെ നമ്മുടെ ഈ കെരാറ്റിൻ പാക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുന്നതിന്റെ തലേ ദിവസം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്കാണ് നമുക്ക് ആ ഒരു നല്ലൊരു റിസൾട്ട് അറിയാം. കാരണം മുടി നന്നായിട്ട് ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ ബൗൺസി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് മുടി ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് മുടിയുടെ തുടക്കം മുതൽ എൻഡ് വരെ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരമൊക്കെ വെച്ചാൽ മതി കേട്ടോ. കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 15 മിനിറ്റ് നേരം വെച്ചിട്ട് വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. ഷാമ്പുവോ താളിയോ ഒന്നും ഉപയോഗിക്കരുത്. ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൂടുതലായിട്ട് ഡ്രൈ ആവും. അപ്പോൾ ഈ ഒരു പാക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് വരെ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്താൽ മതി. അപ്പം ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്ര സമയം വെക്കണം, എങ്ങനെ കഴുകണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴുകുന്ന കാണിക്കുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, നമ്മൾ വെറുതെ വെള്ളത്തിലാണ് കഴുകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കഴുകി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ശ്രദ്ധിക്കുക, നല്ല പാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുടിയിൽ നിന്ന് സ്കാൽപ്പിൽ നിന്ന് പോകണം. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. വലിയ ഹെവി ആയിട്ട് മസാജിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മുടിക്ക് കുറച്ച് ഡ്രൈനെസ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഹെയർ സെറം നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് ഉപയോഗിക്കുന്ന ഓയിൽ കുറഞ്ഞ അളവിൽ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പിന്നെ 24ാമത്തെ ദിവസം നിങ്ങളിപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കരുത്. മുടി കഴുകുന്നില്ലെങ്കിൽ കഴുകണ്ട. പിന്നെ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നല്ല കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തമാവാത്ത കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.